ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എൻ്റെ നാട് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ എൻ്റെ ഇലന്തൂർ എന്ന് പറഞ്ഞ എൻ്റെ സ്വന്തം നാട്ടിലെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവതരിപ്പിക്കുകയാണ്. നോക്ക്, ഇന്തൂരാന്ന് പറ. ഇലന്തൂർ ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചില്ല എല്ലാവർക്കും. എൻ്റെ അമ്മയുടെ നാടാന്ന് പറ. എന്തോ അമ്മയുടെ അമ്മയുടെ നാടാണോ? നമ്മളെവിടെയാ പോകുന്നേ? ഇലന്തൂര് പോവാണോ? അപ്പം എൻ്റെ ഒരുപാട് കണ്ടം, നിങ്ങൾ പാടന്നൊക്കെ ഒരുപാട് പാടങ്ങളും അമ്പലങ്ങളും ഒക്കെ ഉള്ള എൻ്റെ നാട്ടിലേക്ക് നിങ്ങളെല്ലാം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ചേട്ടാ, എങ്ങനെയുണ്ട് എൻ്റെ നാട്? അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ഇലന്തൂർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു പിന്നെ നമുക്കൊരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്താണ്. കുറേ ഉണ്ട് കേട്ടോ ഇവിടെ കാണാനായിട്ട്. കുറേ വീഡിയോസ് ഇടുന്നുണ്ട്, നിങ്ങളെല്ലാവരും മിസ് ചെയ്യാതെ കാണണം. വീണാമ്മയുടെ സ്വന്തം ഇലന്തൂർ. അപ്പം ഞങ്ങൾ ഇന്നലെ ഇലന്തൂരൊക്കെ പോയിട്ട് വീട്ടിൽ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല രാത്രിയായി. ഇലന്തൂർ പോയി, പിന്നെ അവിടുന്ന് നേരെ കോട്ടയം വന്നു. കോട്ടയത്ത് നിന്ന് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് നല്ല രാത്രിയായി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ എന്തായാലും രാവിലെ വീണാമ്മ അവിടെ എന്തൊക്കെയോ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുക. നമുക്ക് എന്തൊക്കെയാണ് ഇലന്തൂരിൽ നിന്നുള്ള സമ്മാനങ്ങൾ നമുക്കറിയാം. ഓക്കെ, എന്തി അമ്മ എന്തി? എന്തോ തപ്പോ? ഏതാണ്ടോ തപ്പുവാണോ? എന്നാ ബാങ്ങോട്ട് അമ്മ എടുത്തിട്ടു എന്തി? എന്താ പരിപാടി? എന്റെ പൊന്നെ, ഞാനേ വീട്ടിൽ പോയിടുമ്പോണ്ടോ, വീട്ടിൽ പോയി പെട്ടിയല്ല അതുപോലെ എല്ലാ സാധനവും അടുക്കി പറയണം. ഞാൻ വീട്ടിൽ പോയിട്ട് എല്ലാ പ്രാവശ്യവും പറയാം എന്തെങ്കിലുമൊക്കെ എൻ്റെ അച്ഛനും അമ്മയും കൂടെ തന്നു വിടും. പിന്നെ ഞാൻ സ്പെഷ്യലായിട്ടൊരു സാധനം തപ്പിക്കൊണ്ടിരിക്കും. ആദ്യമേ എന്നാ കൊണ്ടുവന്നത് കാണിക്കും. സ്പെഷ്യലായിട്ട് ഉള്ള സാധനം വെക്കുക. സ്പെഷ്യലായിട്ടുള്ള ഞാൻ കാണിക്കാം കേട്ടോ. ഇനി എല്ലാ പ്രാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വീഡിയോ ആണേ. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങള് അൺബോക്സ് ചെയ്യാൻ പോകുന്നു. ഇത്രേ സാധനങ്ങളാണ് എന്റെ വീട്ടിൽ എന്റെ അച്ഛൻ എനിക്ക് തന്നു വിടുന്നത്. കപ്പളങ്ങ മാറ്റത് എനിക്ക് കിർമിയടി അതുകൊണ്ടായിരിക്കും കൂടെ കപ്പളങ്ങ. ഇതാണ് ചക്കക്കുരു അല്ല, കപ്പളങ്ങ, ഓമയ്ക്ക ഉണ്ട്, പപ്പായ എന്ന് പറയും. നിങ്ങൾ എന്നാ പറഞ്ഞേ? കപ്പളങ്ങ. നമ്മള് കപ്പളങ്ങ കൃമിയടിക്കുള്ളത് നല്ലതാ. ഇതെന്റെ അപ്പച്ചി തന്നു കേട്ടോ. എന്റെ അപ്പച്ചി ഞാൻ ചെന്ന് പറയുമ്പോ തന്നു കേട്ടോ. പിന്നെ എല്ലാവർക്കും വെടിക്കെട്ടിലേക്ക് ഇതെന്തായിരിക്കും? ചക്കക്കുരു പറ. ഇതെന്നാ കുഞ്ഞ? ചക്ക പറ. ചക്കക്കുരു പറ. ചക്കക്കുരു കുഞ്ഞിക്കിളി. ഇതേ ഞങ്ങൾക്ക് ചക്കക്കുരു തോരനും മെഴുക്കൂട്ടിയൊക്കെ ഭയങ്കര നല്ല. പിന്നെ എല്ലാരും പ്രതീക്ഷിക്കുന്ന കൊണ്ട് പഴുത്ത മാങ്ങ, നാട്ടുമാങ്ങ. ഇത് എനിക്ക് ഞങ്ങളുടെ സ്വന്തം അപ്പുറത്തെ വീട്ടിലെ ചേച്ചി മണി ചേച്ചി തന്നു കേട്ടോ. ചേച്ചി എനിക്ക് തന്നു കേട്ടാ. അതുപോലെ സ്പെഷ്യലിന്റെ കുഞ്ഞിക്കിളി എല്ലാം പൊളിച്ചു കളഞ്ഞു. എന്റെ അച്ഛൻ വണ്ടി വരുമ്പോ കുലുങ്ങി പോകാതിരിക്കാൻ വേണ്ടി ഇതെല്ലാം ഇങ്ങനെ ഇതൊക്കെ ചെയ്ത് തന്നാണേ. അപ്പൊ എന്തായിരിക്കും ഇത്? കമോൺ ഗൈസ്, അപ്പൊ സൂം ചെയ്തോ ചേട്ടായി. പഴുത്ത മാങ്ങ, ഉപ്പും കാന്താരി ഇട്ട് വെച്ചത്. നിങ്ങളെ കാണിക്കാം. കൈയിടല്ലേ ഞാൻ സ്പൂൺ എടുക്കുന്നില്ല. കൈ ഇട്ട് കഴിഞ്ഞാൽ അഴുകായി പോകും. അപ്പൊ കുഞ്ഞിക്കളി ഇതിനെ കുറിച്ച് പറ. നല്ല മാങ്ങ ആണെങ്കിൽ നല്ലതാണെന്ന് പറ. പിണക്കം പോയി. എരിവുണ്ട്, മധുരമുണ്ട്, പുളിയുണ്ട്. കാണിച്ചു നോക്കട്ടെ. അപ്പൊ ഇത് കൊറേ ദിവസം ഞങ്ങള് കഴിഞ്ഞ ദിവസത്തെ കുറച്ചിരിപ്പുണ്ട്. എന്നാലും വേണ്ടവരൊക്കെ വരണം കേട്ടോ. എന്നാ കഴിഞ്ഞ ദിവസം ഇത് കണ്ടോ, കൊറേ ദിവസമായിട്ട് പഴുത്ത് കനിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ.
അപ്പം ഇതുണ്ട് ഗൈസ്, നാട്ടുമാങ്ങയുണ്ട്. ഭയങ്കര മണം, ഈ വീട്ടിലേ നിൽക്കാൻ പറ്റത്തില്ല, ഭയങ്കര മണോ. ഞാൻ ഓർത്തും ഉപ്പിലിടാത്ത മാങ്ങയും കൂടെ ഇട്ട് കൊണ്ടുവച്ച് അത് കൊണ്ടുവന്നേ. ഇത് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ 2 കുപ്പി ഉണ്ടല്ലോ, അതിന്റെ ബാക്കിയാണ് കേട്ടോ. ഇതാണ് നല്ല പോലെ പിടിച്ച മാങ്ങ കേട്ടോ. കൊറിയർ വേണ്ടത് കൊറിയർ അയച്ചു തരുന്നതായിരിക്കും. ഓ വാ, എരിവില്ല. ഓക്കെ ഗൈസ്, അപ്പൊ ഇത്രയാണ്. പിന്നെ നിങ്ങളെ കാണിക്കാൻ പറഞ്ഞ സ്പെഷ്യൽ ചേട്ടാ എന്താ ഉണ്ടായിരിക്കുന്നത്? അല്ലല്ല പറ, കുഞ്ഞിക്കിളി അതെല്ലാം എടുത്ത് ദേഹത്തൊക്കെ. ഇതിന്റെ മെയിൻ ഒരു സാധനം ഉണ്ട് കേട്ടോ. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല കിടുക്കാച്ചി കുത്തിരി ചോറിനകത്ത്, അത് ഞാനത് വീഡിയോ വേറെ എടുത്തിടാം കേട്ടോ. നിങ്ങളെ കൊതിപ്പിച്ചിട്ടുള്ള കാര്യമുള്ളൂ. ഞാനത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് എന്തോ പറഞ്ഞ വേറെ എന്തോ സ്പെഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞേ. സ്പെഷ്യൽ എന്ന് വെച്ചാൽ അതെനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അത് ഞാനൊരു എക്സ്ട്രാ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തുതരാം. വാചേട്ടാ, ഈ കവറിന് പോലും ഭയങ്കര പ്രത്യേകത. സത്യം പറഞ്ഞു, ഇത് അമ്മയും അച്ഛനും അറിയാൻ ഞാൻ എടുത്തോണ്ട് വന്നതാണ്. അവരിപ്പോ വീഡിയോ കാണുമ്പോൾ പറയും, എടി ഇത് എപ്പോ എടുത്തോണ്ട് പോയെന്ന് ചോദിക്കും. ദേഹത്തെ കാണാൻ ടേബിളിലൊക്കെ നോക്കല്ലോ. നീ കഴിച്ചു, എനിക്ക് കമ്മല്ല. ഈ കവർ ചിലർക്കൊക്കെ പുറത്തൊക്കെ ഉള്ളവർക്ക് ഈ കവർ മനസ്സിലാവുമായിരിക്കും. നോക്കൂ, ഈ കവർ ഇത് നമ്മുടെ നാട്ടിലെ കവറല്ല. ഇതിന് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മ കുവൈറ്റിലായിരുന്നു. കുവൈറ്റിൽ പോയ സമയത്ത് കാണിക്കാം. അപ്പൊ അവിടുന്ന് അമ്മ അന്ന് ഇങ്ങനെ കൊണ്ടുവന്ന ഇത്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ഇത്ര 10 വയസ്സ്. എന്റെ 10ാം വയസ്സിൽ അമ്മ പോയിട്ട് വന്നപ്പോ ഉള്ള കവറിനകത്ത് സാധനം വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാം കണ്ടല്ലോ. അത് അതുപോലെ കൈ ഞാൻ. പക്ഷെ എനിക്ക് ഒരു മിനിറ്റ് എനിക്ക് മിസ്സായ കുറച്ച് സാധനമുണ്ട്. എന്റെ അതായത് എന്റെ റെക്കോർഡുകളൊക്കെ എനിക്ക് മിസ്സായി. എനിക്ക് അതൊക്കെ നിങ്ങളെ കാണിക്കണത്. കുഞ്ഞിൽ അടങ്ങി എന്നെ കാണിക്കലുണ്ടായിരുന്നു. എന്റെ ഓട്ടോഗ്രാഫ് ഞാൻ അടുത്ത പ്രാവശ്യം പോകുമ്പോ എടുത്തത് കേട്ടോ. ഇത് പണ്ടൊക്കെ നമ്മളെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഇതുപോലെ സൂക്ഷിച്ചൊരു സാധനമാണ്. അമ്മ പുറത്തു പോയപ്പോ ഇത് അമ്മ കാണാൻ വേണ്ടി കൊണ്ടുപോയത്. നിങ്ങൾ നോക്കി, പഴയ ആൽബം. ഇത് എത്ര വർഷത്തെ പഴക്കമുള്ള ആൽബം. ഇത് പോയി കേട്ടോ. ഞാൻ അവർക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി എടുത്തോണ്ട് വന്നായിരുന്നു. ഇത് എന്റെ പഴയ ആൽബമാ. ഇത് അന്ന് തൊട്ട് അമ്മയും അച്ഛനും കണ്ടോ. ഇതിനകത്തെ ഓരോ ഫോട്ടോസും ഇതൊക്കെ ചിലരൊക്കെ ജീവിച്ചിട്ടുണ്ട്, ചിലരൊക്കെ മരിച്ചതാണ്. ഞാൻ നിങ്ങളിതെല്ലാം കാണിച്ചു തരാം കേട്ടോ. എന്റെ സ്കൂൾ ഫോട്ടോയുണ്ട്, എന്റെ പഴയ ഫോട്ടോയുണ്ട്. ഇത് എനിക്ക് ശ്രീവിദ്യ മാമിനെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ റോൾ മോഡലായിരുന്നു. ഞാനൊരു സാരി ഫാനായിട്ട് ഈ ശ്രീവിദ്യ മാമിൻ്റെ ഫോട്ടോസ് എനിക്ക് 10 വയസ്സ്, എൻ്റെ 5ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞാൻ വെട്ടി വെച്ചൊരു ഫോട്ടോയാണ് ശ്രീവിദ്യ മാമിൻ്റെ. ഈ ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ അന്ന് വനിതയല്ല, മലയാള മനോരമയുടെ ഒരു അങ്ങനെ മാഡത്തിന്റെ ഒരു ഫോട്ടോ. ഇത് എന്റെ അമ്മ. ഇതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇന്ന് എന്റെ ഓരോന്ന് ഞാൻ നിങ്ങളെ കാണിക്കും. ഇതിപ്പോ ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് അടങ്ങിയിരിക്കാം. എന്റെ സ്കൂൾ ഫോട്ടോ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലൊക്കെ എന്റെ ആങ്ങളുടെ ചെറുപ്പം, ഇതെന്റെ ഇങ്ങനെ. അപ്പൊ ഞാൻ നിങ്ങളിതെല്ലാം കാണിക്കുന്നതായിരിക്കും. വെയിറ്റ് ആൻഡ് സീ. അപ്പം ഒരുപാട് നൊസ്റ്റാൾജി ഉണ്ട്. എന്റെ ആൽബമാണ്, വേണ്ടല്ലോ കുഞ്ഞിക്കിളി ആൽബമാണ്. അപ്പൊ എല്ലാരെയും കാണിക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇതെനിക്ക് അവർക്ക് കുറെ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. അതായത് അവർക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പൊ താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്. മോനെ അവരൊക്കെ സൂക്ഷിച്ച് വെച്ച് സാധനം നശിപ്പിക്കാൻ സമ്മതിക്കത്തില്ല. പോയി അമ്മയൊക്കെ ചമ്മിപ്പോയേ കുഞ്ഞിക്കിളി, ചമ്മിപ്പോയേ. താങ്ക് യു സോ മച്ച്. പറയണ്ടോ? എനിക്കും പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഞാൻ വല്ലതും പറഞ്ഞ കൂടി പോകും. ഞാൻ ഇല്ല. ഒരുപാട് സന്തോഷം. എടി പിന്നെ എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു ഇത് കൂട്ട ആൽബം ഒക്കെ. എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു. എന്തോ ചെയ്യാൻ, എൻ്റെ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ മരണപ്പെട്ടപ്പോൾ അതെല്ലാം നശിച്ച് നാരായണക്കല്ല് പിടിച്ചു. അപ്പം ഇന്ന് ഞാൻ ഇങ്ങനെ നിൽക്കാം. അപ്പം ഇത് കണ്ടല്ലോ. കുഞ്ഞിക്കിളിയാണ്ട് നിൽക്കി ഇപ്പം തരാം. കുഞ്ഞിക്കിളിക്ക് ഫോൺ വേണമെന്ന് പറഞ്ഞിട്ടുള്ള
പറയാനുണ്ടോ? ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവരോടും ഒരുപാട് സന്തോഷം. കാരണം എലന്തൂര് പോയിട്ട് വരുമ്പോ എല്ലാവർക്കും ഭയങ്കര ഇതാണ് അവിടുത്തെ വീഡിയോസ് ഒക്കെ കാണാൻ, അതിന് വേണ്ടി മാത്രമാണ്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്റെ കുഞ്ഞുക്കിളി രാവിലെ ഇവിടെ അലമ്പ് തുടങ്ങിയിരിക്കുകയാണ്. ഇതുകൊണ്ടല്ലേ കാണിക്കുന്ന സുഹൃത്തെ കേട്ട് കണ്ടോ കുട്ടികളെ നിങ്ങൾ. പുള്ളി രാവിലെ ഫോണിന് വേണ്ടി കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമല്ല പിന്നെ ഇപ്പം ഇന്നൊരു കീർത്താമസ പരിപാടിയുണ്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ. അപ്പം ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടി റെഡിയാവുന്നു. ഞാൻ മാത്രമേ പോകുന്നുള്ളൂ. വീണാമി കുഞ്ഞുക്കിളി ഇവിടെ ഉണ്ട്. വീണാമി ഒത്തിരി ആഗ്രഹിച്ച് മേടിച്ചൊരു സാധനമുണ്ട് അദ്ദേഹത്തെ. നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവിടെ കമ്മലും കിടനാപ്പൊക്കെ വെക്കാൻ വേണ്ടി മേടിച്ചൊരു സാധനമാണ്. ഇടയ്ക്ക് കാണിച്ചല്ല കേട്ടോ, അവിടെ ഒരു ആഗ്രഹത്തിന് മേടിച്ചപ്പോൾ ഞാനിതിങ്ങനെ ഇനി ക്യാമറ തിരിക്കണ്ടല്ലോ എന്നോർത്ത് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും കാണിച്ചെന്നുള്ളതേ ഉള്ളേ. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോ ഇതെല്ലാം എടുത്തോണ്ട് പോയി. അത് പകുതി കമ്മലും അവളുമാരെടുത്തു. അപ്പൊ എന്തായാലും സന്തോഷം, ഒരുപാട് സന്തോഷം. അപ്പൊ ഇനി കിടിലം കുറെ സാധനങ്ങളിലൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. താങ്ക് യു വെരി മച്ച്.